കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരിൽ ഇത്രയും പ്രതിസന്ധി നേരിട്ട മുഖ്യമന്ത്രിമാർ ഇല്ല എന്ന് നിസ്സംശയം പറയാം. ഏതു ഭരണാധികാരിയും തകർന്നുപോകുന്ന സാമ്പത്തിക പ്രതിസന്ധി, പ്രകൃതി ദുരന്തങ്ങൾ. എന്നാൽ തനിക്ക് ലഭിച്ച അവസരങ്ങൾ നേട്ടങ്ങളായി മാറ്റുന്ന പിണറായിക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ലെന്ന് കേരളം കണ്ടു. വിരട്ടലും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട. പാർട്ടിയും ഭരണവും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ പിണറായിക്കുള്ള അസാമാന്യ പാടവം എതിരാളികൾക്ക് പോലും പാഠമാണ്. കേരളത്തിലെ KPCC പ്രസിഡന്റുമാർ പലരും പരസ്യമായും രഹസ്യമായും പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയും ഭരണവും ഒരുപോലെ ചലിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുന്നുവെന്ന്. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ പ്രതിസന്ധി സൃഷ്ടിച്ചപ്പോഴാണ് അവർക്ക് പോലും പിണറായിയെ ചൂണ്ടിക്കാട്ടി സ്വന്തം നേതാക്കളെയും അണികളെയും ഉപദേശിക്കേണ്ടി വന്നത്. രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളെ ഒപ്പം കൂട്ടാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു മടിയുമില്ലെന്ന് പൌരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ കണ്ടതാണ്. നിയമസഭയിലും പുറത്തും എന്തിന് ഭരണഘടനാ വിഷയങ്ങളിലും രാജ്യത്തിന്റെ ഫെഡറലിസം സംരക്ഷിക്കുന്നതിലും ഉറച്ച നിലപാടായിരുന്നു മുഖ്യമന്ത്രി കാട്ടിയത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച രീതിയിൽ അത് തയ്യാറാക്കാൻ ശ്രമിക്കുന്നത് ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതിന് മാത്രമേ ഇടയാക്കൂ. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച രീതിയിലുള്ള ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കലും അതിനുതകുന്ന വിവരങ്ങൾ ശേഖരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും തയ്യാറാക്കുന്നത് നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. കേരള ഗവർണർമാരുമായി പരസ്യമായി ഏറ്റുമുട്ടൽ നടത്തിയെങ്കിലും ഒടുവിൽ COVID-19 പ്രതിരോധിക്കുന്ന കേരള മോഡലിനെ രാജ്യവും ലോകവും അഭിനന്ദിച്ചു. ഒരു പടപ്പാട്ടിന്റെ പാലാഴിയിൽ നിന്നു പകലായുദിക്കുന്ന പൂമ്പൈതലേ, ഒരു കുടിച്ചോരയിൽ നിന്നും തുടിക്കട്ടെ ഉജ്ജ്വല സൂര്യനായി നിന്റെ ജന്മം, ഉജ്ജ്വല സൂര്യനായി നിന്റെ ജന്മം. വിജയൻ, പിണറായി വിജയൻ. Download Moj.